ഇന്നിതാ നമ്മൾ നല്ലൊരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ചെമ്മീൻ്റെ റേറ്റ് കുറവാണ് ആവാറ്. അപ്പോൾ ഇതേപോലെ ഒരു ഇടത്തരം ചെമ്മീൻ നോക്കി വാങ്ങുക. അധികം വലുതല്ല, അധികം ചെറുതല്ലാത്തൊരു മീഡിയം സൈസുള്ളതാട്ടോ. അതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് 1 മണിക്കൂർ മസാല തേച്ച് വെച്ചതാട്ടോ. അത് നല്ല തലവേദനയാണ്. അപ്പോൾ പനിക്കൂർക്കയും അതേപോലെ തുളസിയിലിട്ടൊന്ന് ആവി പിടിക്കാൻ പോവാട്ടോ. അപ്പോൾ തലവേദനയ്ക്ക് വല്ല ഹോം റെമഡീസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ. ഇതാ നമ്മുടെ പാന് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓയിലിലാട്ടോ ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് കുറച്ച് ഈസിയായിട്ട് ചെമ്മീനിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് അധികം ഫ്രൈ ആവണ്ട. അധികം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് കടിക്കാനൊക്കെ നല്ല പാടായിരിക്കും. എന്ന് വെച്ചാൽ റബ്ബറും കഷ്ണം മാതിരി ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് 2 സൈഡൊന്ന് വാടി വന്നാൽ മതി. പെട്ടെന്ന് തന്നെ വാടി വന്നോളും ചെറിയ ചെമ്മീനായ കാരണം. അപ്പോൾ നമുക്കിതിനെ കുറേ ഉള്ള കാരണം ഓരോന്നും മറിച്ചിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഏകദേശം ഒരു ഭാഗം ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇളക്കി മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് വേഗം തന്നെ ആയി വന്നോളും. അപ്പോൾ തീ കുറച്ച് വെക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. ഉള്ളൊന്നും മര്യാദയ്ക്ക് വേവാതെ കരിഞ്ഞു പോവും. അപ്പോൾ കണ്ടില്ലേ, ഒരു സൈഡായപ്പോൾ ഞാൻ ഇതേമാതിരി അങ്ങോട്ട് ഇളക്കിയിട്ട് കൊടുക്കും. അപ്പോൾ അത് ശരിക്കും ഫ്രൈ ആയി വന്നോളൂ കേട്ടോ. ഇനിതാ നമ്മളെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി എടുക്കലാട്ടോ. ഇതിപ്പോൾ തന്നെ ഞാൻ മോനെ കൊണ്ടുവന്നാക്കി പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സിമ്പിളായിട്ട് പേസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം നന്നാക്കി കഴിഞ്ഞാൽ കൈയൊക്കെ പുകയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ അധികം ഫുള്ളായിട്ട് തൊലി കളയാറൊന്നുമില്ല കേട്ടോ. അപ്പം ഇഞ്ചി നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിതാ വെളുത്തുള്ളി റെഡിയാക്കി എടുക്കാം. അപ്പോൾ വലിയ വെളുത്തുള്ളിനൊക്കെ ഞാൻ കുറച്ചൊക്കെ ആദ്യമൊക്കെ തുണ്ടൊക്കെ കളയും. പിന്നെ ഞാൻ അതിൻ്റെ ആ തലഭാഗം വാൽഭാഗം ഇവിടെ മുറിച്ച് കളയുള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ മൊത്തത്തിൽ തോലൊന്നും പോവില്ല. എന്നിട്ട് നന്നായി കഴുകിയിട്ട് അടിച്ചെടുക്കുക ചെയ്യാറ്. പിന്നെന്താ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, കൊറോണയ്ക്കൊക്കെ മുന്നേ തുടങ്ങിയതാട്ടോ. പല സാഹചര്യങ്ങൾ കൊണ്ടും ഇത് തുടർന്ന് പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പലരും എന്നെ കളിയാക്കാറുണ്ട്, എന്തായി എന്ന് ചോദിച്ച് പല കളിയാക്കലുകളൊക്കെ നേരിട്ട് കൊണ്ട് ഇപ്പം എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കും ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന് ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്ന കാണുമ്പോൾ എനിക്കും എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പറ്റാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഡെയിലി ഇത് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഇടുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പം എന്നെ കളിയാക്കുന്നവരുടെ മുന്നിൽ എന്താ പറയുക, എനിക്കൊന്ന് വിജയിച്ച് കാണിക്കണമെന്ന് ഒരു വാശിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തും നേരിടാനായിട്ടും സാധിക്കും, അത് ഉറപ്പാണ്. അപ്പം എന്നെപ്പോലെ ഈ ഒരു 4 ചുമരിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടായിരിക്കും. അവർക്കൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഏതൊരു വഴിയാണ്. കാരണം നമുക്കൊരു ടെൻഷനില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തോന്നുമ്പോൾ ചെയ്താൽ മതി. നല്ലൊരു ഇതല്ലേ. അതിൽ നിന്ന് തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ നമുക്കൊരു വലിയ സന്തോഷമായിരിക്കില്ലേ, നമ്മൾ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ ഇതായപ്പോൾ ഞാനതിനെ കോരിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നൊരു കാര്യം, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനോടാണോ പാഷൻ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഫോണോ ഒരു ചെറിയൊരു ട്രൈപോഡോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. എനിക്കിപ്പോൾ ഹെൽപ്പിങ്ങിന് ഒരാളുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഞാനെന്നല്ല, മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെന്താ, എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ വർഷത്തിൽ 365 ദിവസം എന്നുണ്ടെങ്കിൽ ആ 360 ദിവസം ഈ വീട്ടിനുള്ളിൽ തന്നെയാണ് ഒതുങ്ങി കഴിയുക. ബാക്കി ഒരു 65 അല്ല ബാക്കി ഒരു 5 ദിവസം മാത്രമേ നമുക്ക് പോയാൽ പോയി ഇല്ലേ ഇല്ല എന്ന് പറയാം. ആകെ ഞാൻ പോണത് എൻ്റെ വീട്ടിലേക്കാണ്, അതിനപ്പുറം എങ്ങോട്ടും ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുക. അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഫ്രീ ആയി, വേറെ ചിന്തിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാട്ടോ ഞാൻ മിക്കതും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാറ്. മോന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അവൻ പോകുമ്പോഴേക്കും തന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെയാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാറ്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായി കഴുകിയിട്ട് നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കണ്ട ഇതേപോലെ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രം ചെയ്ത് അത് മാത്രം ഇതാക്കുമ്പോൾ എന്തോ ഒരു നിങ്ങളായിട്ടൊരു അകൽച്ച ഫീൽ ചെയ്യണം. അതാട്ടാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. നമുക്കൊരാൾ സംസാരിക്കാനുണ്ടായാൽ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. നമുക്കൊരു ചെറിയൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നില്ലേ? എനിക്ക് അങ്ങനെയാട്ടോ. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആരെങ്കിലും അടുത്തൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പകുതി എന്താ ഭാരം ഒഴിഞ്ഞ പോലെ തോന്നാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് അതിൽ കൊള്ളില്ല. അപ്പോൾ എന്താ, കുറച്ച് നമുക്ക് ഇഞ്ചി മാറ്റി വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതൊന്ന് അപ്പോൾ പകുതിയായി കിട്ടുമല്ലോ, വീണ്ടും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൊത്തത്തിൽ കൊള്ളാത്ത കാരണം എന്താ, ഈ പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചീനെ മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നടിച്ചപ്പോൾ അതൊന്ന് അമങ്ങി വന്നില്ലേ, ഇനി ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പം അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂണ് 2 സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെ കേട്ടോ ഇത് അടിച്ചെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇപ്പം നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് പരിപാടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ ഇല്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എണ്ണയാണ് ഏറ്റവും നല്ലത് അച്ചാറുണ്ടാക്കാനായിട്ട്. അതാകുമ്പോൾ കേട് വരാതിരിക്കാനും നല്ലതാട്ടോ എണ്ണ. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം നേരം വഴറ്റൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. എണ്ണ കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട്. എണ്ണ നമ്മൾ ഒഴിച്ചത് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണയുടെ അളവ് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറിൻ്റെയൊക്കെ മുകളിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കണം എന്നാണ് പറയുക. അത് മീനച്ചാറെന്നല്ല, എന്തച്ചാറായി കഴിഞ്ഞാലും അച്ചാർ കേടാവാതിരിക്കാൻ എണ്ണ മുകളിൽ നിന്ന് കഴിഞ്ഞാലാണ് അതിൽ പൂപ്പലും ഫംഗസൊന്നും വരാതിരിക്കുക. അതാ നമ്മളിതിനെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ പതുക്കനെ ഇട്ടിട്ട് വേണം ഇതിനൊന്ന് വാട്ടിയെടുക്കാനായിട്ട്. ആ ഒരു
പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി. അല്ലാതെ ഇത് നന്നായി വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ആവേ അങ്ങനെയൊന്നും വേണ്ട. ആ ചെറിയൊരു റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടിയാൽ മതി ഇതിൻ്റെ. അപ്പോൾ ഈ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് അടി പിടിച്ച് കഴിഞ്ഞാലൊക്കെ നല്ല പാടല്ലേ. അപ്പോൾ ഇളക്കി കൊടുക്കുക. അങ്ങനെതാ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്മീൻ ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചത്. ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പാട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പ് കൂടിപ്പോയാൽ പ്രശ്നമല്ലേ. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വേണോ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മൊത്തത്തിൽ നമ്മുടെ കൂട്ടാനായാലും എന്തെന്നെ ആയാലും അത് കൊളായി പോകില്ലേ. ഇനിതാ ഇതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ അച്ചാർ പൊടി കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അത് വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോരുമ്പോൾ എൻ്റെ അമ്മ പച്ചമഞ്ഞൾ വാങ്ങിച്ച് അത് പച്ചനെ തന്നെ അരിഞ്ഞ് നല്ല വെയിലുള്ള സമയത്ത് ഉണക്കി പൊടിച്ച് തന്ന് വിടും. അപ്പം നമ്മുടെ അമ്മമാർ എല്ലാവരും നമ്മുടെ മക്കൾ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. മിക്ക പെൺമക്കളുടെ അമ്മമാർ അങ്ങനെ തന്നെയായിരിക്കും. അമ്മമാരെന്നല്ല അച്ഛന്മാരും അങ്ങനെ ഓരോ സാധനങ്ങൾ തന്നു വിടുന്നുണ്ടായിരിക്കും. കൂടുതലും അമ്മമാരാണ് ഈ വക കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് എടുക്കാം. നാളികേരം, ചക്ക, തേങ്ങ, മാങ്ങ എല്ലാം നമുക്കിവിടെ കിട്ടാത്തത് എന്തുണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരും അല്ലേ. ഞാനൊക്കെ അങ്ങനെയാട്ടാ. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അമ്മ ഞാൻ കാണാതെ തന്നെ ഞങ്ങൾ പോരുമ്പോൾ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും എരിവ് കുറവാണ് ഇഷ്ടം. അതാട്ടാ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് കംപ്ലൈൻ്റ് ആയിരിക്കും. പിന്നെ അതേ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ അച്ചാർ വാങ്ങില്ലേ, അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ കളറായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം തീ കൂടുതലാണ്, നല്ല തീ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ചൂട് തോന്നുന്നുണ്ടെങ്കിൽ തീ ഓഫാക്കിയിട്ട് വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്ലാച്ചാൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ഉള്ള കാരണം തീ ഓഫാകാതെ തന്നെയാണ് ഇത് കരിയില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെ മുളക് പൊടി ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാച്ചാൽ തീ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മളിതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊഴിച്ചിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പുളി ഉണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പോൾ പുളി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ പുളി കുറവാട്ടോ ഉള്ളത്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി നമ്മൾ നാവൽമേ നമ്മുടെ ഗ്രേവി വെച്ച് വെക്കുമ്പോൾ ആ ഒരു പുളിപ്പ് വരണം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ ചൊറുക്കൊക്കെ ഒഴിച്ച് ഇത് നന്നായി തിളച്ച് നല്ല കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് ഈ ഗ്രേവിക്ക് തന്നെ. പിന്നെ നമ്മൾ ഇതിൽ വേറെ കായപ്പൊടിയോ ഉലുവയും കായും വറുത്തര അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. നല്ല സ്മെല്ലാട്ടോ. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ അച്ചാർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെമ്മീനില്ലേ, അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ കുടുത, ചൂര ഇതൊക്കെ ഇതേപോലെ തന്നെ കേട്ടോ അച്ചാർ ഉണ്ടാക്കിയെടുക്കാറ്. ഓരോ പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി. നല്ലൊരു ടേസ്റ്റാട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ ഇത് ഒരുപാട് ഉണ്ടെച്ചാലും ഇത് അധികം നാളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചിലവായി പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ. ഇതേപോലെ നല്ലൊരു കളറൊക്കെ ഇല്ലേ, കണ്ട. അപ്പോൾ മീനച്ചാർ ഇവിടെ എന്ന് പറഞ്ഞ് ചിലവായി പോകുന്ന സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.
അപ്പം ട്രോളിങ് സമയത്തൊക്കെ ഇതേപോലെ അച്ചാറൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ വില കൂടുന്ന സമയത്ത് നമുക്കതൊക്കെ ഉപയോഗിക്കട്ടെ, അത് കുറേ നാൾ കേടാവാതിരിക്കും.